ഉമ്മമാരെ, നമ്മുടെ ഭർത്താക്കന്മാരെ പൊരുത്തം, നമ്മളെ ഭർത്താക്കന്മാരുടെ സന്തോഷം എപ്പോഴും അത് കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അയ്യുമംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്ന. ഒരു പെണ്ണ് ഭർത്താവിന്റെ സന്തോഷത്തിലായിരിക്കെ മരണപ്പെട്ടാൽ ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഏത് നിമിഷവും ഭർത്താവിന്റെ പൊരുത്തത്തോടെ, ഭർത്താവിന്റെ സന്തോഷത്തോടെ, അങ്ങനെയാണ് ഉമ്മമാരെ നമ്മൾ ജീവിക്കേണ്ടത്. മഹദിയായ ബീവി ഫാത്തിമത്ത് സഹ്റാ റളിയല്ലാഹു അൻഹാ അള്ളാന്റെ ഹബീബിന്റെ അരികിലേക്ക് വന്നു പറഞ്ഞു, ഉപ്പാ, ഇന്നലെ ഞാനും എന്റെ ഭർത്താവ് അലിയാരും ഒരിത്തിരി പിണക്കത്തിലായിരുന്നു. അഷ്റഫുൽ ഖൽഖായ തങ്ങൾ ചോദിച്ചു, ശരിയായില്ലേ മോളെ? അതപ്പോ തന്നെ ശരിയായി. ഇന്നലെ ഞാനും എന്റെ പുയാപ്പിളിയും ഒരിത്തിരി നേരം ഒരു സൗന്ദര്യപ്പിണക്കായിരുന്നു അലിയാര് തങ്ങളും. ശരിയായില്ലേ എന്ന് ചോദിച്ചു. ഓ ശരിയായി. അപ്പൊ തന്നെ ശരിയായി. ചെറിയൊരു സൗന്ദര്യപ്പിണക്ക. എല്ലാ സന്തോഷവും ദുഃഖവും ഉപ്പാനോട് പറയുന്ന ഒരു ശൈലിയുണ്ട് ഫാത്തിമ ബീവിക്ക്. അങ്ങനെ പറഞ്ഞതാണ്. അപ്പൊ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മോളെ, നിന്റെ ഭർത്താവിനോടുള്ള പിണക്കത്തോടുകൂടെയാണ് നീ മരിക്കുന്നെങ്കിൽ മയ്യത്തുസ്കരിക്കാ, ഉപ്പ വരൂലട്ടോ. അത്രയും ഡേഞ്ചറാണ്. ഭർത്താവിന്റെ പിണക്കത്തോടുകൂടെ മരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഹതഭാഗ്യമാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. എപ്പോഴും ഭർത്താവും ഭാര്യയും സന്തോഷത്തോടുകൂടി ജീവിക്കണം. ഏത് നിമിഷം മരിക്കുമെന്ന് നമുക്കാർക്കും പറയാൻ പറ്റൂല.